എല്ലാവർക്കും നമസ്കാരം. 2025 പുതുവർഷ ഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പുതിയ വർഷം തുടങ്ങാൻ പോകുമ്പോൾ എല്ലാവർക്കും ആ ഒരു വർഷത്തിനുള്ളിൽ നിറവേറ്റാൻ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും. വിദ്യാർത്ഥികൾ നന്നായി പഠിക്കാനും പരീക്ഷകളിൽ വിജയം നേടാനും ശ്രമിക്കുമ്പോൾ പഠനം കഴിഞ്ഞവർ നല്ല ജോലിയിൽ പ്രവേശിക്കാനും ജോലിയിലുള്ളവർ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലിക്കായോ അല്ലെങ്കിൽ വിദേശത്ത് പോകാനായിരിക്കും ശ്രമിക്കുക. അതുപോലെ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർ അതിനെ വിപുലീകരിക്കാനോ അല്ലെങ്കിൽ പുതിയ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാനോ ശ്രമിക്കുന്നതാണ്. ഇതുപോലെ ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ ചിലർക്ക് ഉടനെ സാധിക്കുകയും ചിലർക്ക് അതിനുവേണ്ടി കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുന്നതുമാണ്. അതൊക്കെ അവരവരുടെ ജാതക രീതിയിലുള്ള ദശ അപഹാരങ്ങളെയും ചാരവശാൽ നടക്കുന്ന ഗ്രഹമാറ്റങ്ങളെയും അപേക്ഷിച്ചായിരിക്കും തീരുമാനിക്കപ്പെടുന്നത്. ഗ്രഹമാറ്റങ്ങളെന്ന് പറയുമ്പോൾ വർഷഗ്രഹങ്ങളായ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രധാനമായും വർഷഫലങ്ങൾ പറയുന്നത്. ഈ പറഞ്ഞ 4 ഗ്രഹങ്ങളും 2025 രാശി മാറുന്നുണ്ട്. അതായത് മാർച്ച് മാസം ശനിയും മെയ് മാസത്തിൽ വ്യാഴവും രാഹുകേതുക്കളും രാശി മാറുന്നതാണ്. ഈ മാറ്റങ്ങളൊക്കെ ചില കൂറുകാർക്ക് അനുകൂല ഫലങ്ങളെയും ചില കൂറുകാർക്ക് പ്രതികൂല ഫലങ്ങളെയുമാണ് നൽകാൻ പോകുന്നത്. ഒരുപക്ഷെ ഗ്രഹനിലകൾ അനുകൂലമല്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇടവക്കൂറിൽ ജനിച്ചവർക്ക് വർഷം തുടങ്ങുമ്പോൾ ഗ്രഹനില അത്ര അനുകൂലമല്ലെങ്കിലും മാർച്ച് മാസം 29-ാം തീയതി ശനി ഭഗവാൻ മീനക്കൂറിലേക്ക് മാറിയതിനു ശേഷം ഇടവക്കൂറുകാർക്ക് എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്ന മന്ദനില മാറുകയും നിരവധി നേട്ടങ്ങളും സാമ്പത്തിക ലാഭവും ലഭിക്കുന്നതാണ്. വളരെ നാളായി മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങളിൽ പലതും സഫലമാക്കാൻ സാധിക്കുന്ന സമയമാണിത്. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ശമ്പളത്തോടു കൂടിയ ജോലി ലഭിക്കും. ജോലിയിലുള്ളവർക്ക് പ്രമോഷനും അനുകൂലമായ സ്ഥലം മാറ്റവും ഉണ്ടാകും. പൊതുപ്രവർത്തകർക്ക് പേരും പ്രശസ്തിയും അധികരിക്കും. എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി പണം കടം വാങ്ങുകയും അത് തിരിച്ചടക്കാൻ കഴിയാതെ മനോവിഷമം അനുഭവിക്കുന്നവർക്ക് ശനിമാറ്റത്തിനു ശേഷം കടങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. കോടതി വ്യവഹാരങ്ങളിലും അനുകൂലമായ വിധിയുണ്ടാകും. മെയ് മാസം മുതൽ ധനസ്ഥാനത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ പുതിയതായി എന്ത് കാര്യങ്ങൾ തുടങ്ങിയാലും അതിൽ വിജയം നേടാൻ സാധിക്കും. പണം സമ്പാദിക്കാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും അനുകൂലമായ സമയമാണിത്. തൊഴിൽ രംഗത്തെ അംഗീകാരം, ജോലിയിലുള്ളവർക്ക് ശമ്പള വർധനവ് തുടങ്ങി പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ അനുഭവത്തിൽ വരും. വിദ്യാർത്ഥികൾക്ക് പഠനപരമായ കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങളും മത്സരങ്ങളിൽ വിജയം നേടാനും സാധിക്കും. വ്യാപാരികൾക്ക് ലാഭം അധികരിക്കും. നഷ്ടപ്പെട്ടതായി കരുതിയ ധനം തിരികെ ലഭിക്കാനും സാധ്യതയുള്ള സമയമാണിത്. ശത്രുക്കളെ നേരിടാനും അവരുടെ മേൽ വിജയം നേടാനും സാധിക്കും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. പ്രണയ സാഫല്യം, സന്താനഭാഗ്യം, വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങിയ മംഗളകർമ്മങ്ങൾക്കെല്ലാം അനുകൂലമായ സമയമാണിത്. കലാസാഹിത്യ രംഗങ്ങളിൽ പ്രശസ്തിയും നേട്ടവും ലഭിക്കും. കുടുംബാംഗങ്ങളുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറി കുടുംബത്തിൽ ഐക്യവും സന്തോഷവും അനുഭവപ്പെടും. ഭാര്യാഭർത്തൃ ബന്ധം ശക്തിപ്പെടും. സംസാരത്തിൽ വാചാലതയും സ്വാധീനവും വർദ്ധിക്കും. മെയ് മാസത്തിലെ രാഹുകേതു മാറ്റത്തിന് ശേഷം സ്ഥലം വാങ്ങുന്നവർ അതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം പരിശോധിച്ച ശേഷം സ്ഥലം വാങ്ങുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നേക്കാം. അതേസമയം ചിലർക്ക് അവിചാരിതമായി ധനലാഭം വന്നു ചേരാനും സാധ്യത കാണുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇടവക്കൂറിൽ ജനിച്ചവർക്ക് 2025 വളരെ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടവക്കൂറിൽ ജനിച്ചവരുടെ വർഷഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.